നമസ്കാരം. മലയാള വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. രാത്രികാലങ്ങളിൽ സ്ത്രീകൾക്ക് സുരക്ഷിതമായി സഞ്ചരിക്കാൻ കേരള പോലീസ് ആരംഭിച്ച നിർഭയ നിശ പദ്ധതിക്ക് ജില്ലയിൽ തുടക്കമായി. അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ നടപ്പാക്കിയ പദ്ധതിയുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് വി റിൻഷ ഉദ്ഘാടനം ചെയ്തു. നീലഗിരി ജില്ലയിലെ ഗൂഡല്ലൂരിന് സമീപം കാട്ടാനയുടെ ആക്രമണത്തിൽ 2 മധ്യവയസ്കന്മാർ കൊല്ലപ്പെട്ടു. ദേവർശോല ഗ്രാമപഞ്ചായത്തിലെ കാരക്കുന്ന് സ്വദേശികളായ ലിംഗരാജ്, രവി എന്നിവരാണ് മരിച്ചത്. നിലമ്പൂർ ടൗണിൽ പ്രധാന ജംഗ്ഷനിലെ വീട്ടിക്കുത്ത് റോഡിൽ ജലവിതരണ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നു. ആഴ്ചകളോളമായി ജലം നഷ്ടപ്പെടുന്ന സാഹചര്യമാണ് ഇവിടെ. റോഡിൽ വെള്ളം കെട്ടി നിൽക്കുന്നതും കാൽനട യാത്രക്കാർക്കും പ്രയാസമാകുന്നുണ്ട്. അകമ്പാടത്തും മൂലേപ്പാടത്തും വ്യാപകമായി കക്കൂസ് മാലിന്യം തള്ളി. ടാങ്കർ ലോറികളിൽ എത്തിച്ചാണ് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കൊണ്ടുവന്ന കക്കൂസ് മാലിന്യവും ഹോട്ടൽ മാലിന്യങ്ങളും തള്ളിയത്. മലപ്പുറത്തെയും നീലഗിരി കുന്നുകളെയും ബന്ധിപ്പിക്കുന്ന KSRTCയുടെ മലപ്പുറം ഊട്ടി സർവീസിന് ഇനി പുതിയ മുഖം. പഴയ ബസിന് പകരം ആരംഭിച്ച പ്രീമിയം സൂപ്പർഫാസ്റ്റ് ബസിന്റെ ഫ്ളാഗ് ഓഫ് കർമ്മം മലപ്പുറം KSRTC സ്റ്റാൻഡിൽ നടന്ന ചടങ്ങിൽ പി ഉബൈദുള്ള MLA നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. രാത്രികാലങ്ങളിൽ സ്ത്രീകൾക്ക് സുരക്ഷിതമായി സഞ്ചരിക്കാൻ കേരള പോലീസ് ആരംഭിച്ച നിർഭയ നിശ പദ്ധതിക്ക് ജില്ലയിൽ തുടക്കമായി. അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ നടപ്പാക്കിയ പദ്ധതിയുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് വി റിൻഷ ഉദ്ഘാടനം ചെയ്തു. സ്വതന്ത്രമായി സമാധാനത്തോടെ സന്തോഷത്തോടെ നടക്കാൻ നമ്മൾക്കും ഒരു രാത്രിയോ പകലോ വ്യത്യാസമില്ലാതെ നടക്കാൻ നമ്മൾക്ക് സാധിക്കട്ടെ. SP മാഡത്തിന് പേഴ്സണലി ഞാൻ ഭയങ്കര പ്രൗഡാണ്. ഇപ്പോൾ ഞാൻ ചെയർപേഴ്സണായി വന്നിട്ട് 3 മാസമായുള്ളൂ. ഇദ്ദേഹം SP ആയിട്ട് ഇവിടെ ഇരിക്കുമ്പോൾ ബീങ് എ പ്രൗഡ് ലേഡി ഞാൻ ഇതിൻ്റെ ഒരു ഭാഗമാവാൻ എനിക്കും നമ്മളൊക്കെ എന്തെങ്കിലും കാര്യത്തിൽ പറയാൻ സാധിക്കുമെന്ന് എനിക്ക് മനസ്സിലായി. അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ അത് വളരെ വ്യക്തമാണ്. അപ്പോൾ എന്നെ പോലുള്ള ജനപ്രതിനിധികൾക്ക് ഇത്തരത്തിലുള്ള ഓഫീസേഴ്സാണ്, പ്രത്യേകിച്ച് ലേഡി ഓഫീസേഴ്സാണ് ഞങ്ങളുടെ ഒരു കരുത്ത്, സ്ട്രെങ്ത്. സോ ആദ്യമേ അതിന് ഇങ്ങനെ ഒരു അവസരം നൽകിയ ഈ ടീമിൻ്റെ അടുത്ത്, അതുപോലെ തന്നെ തുടർന്നും ഞങ്ങൾക്ക് ഒരുപാട് സജഷൻസ് ഉണ്ട്, ഞങ്ങൾക്ക് ഒരുപാട് സപ്പോർട്ട് വേണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നിവിടെ ചേർന്നിട്ടുള്ള എല്ലാവരും കൂടെ ഇതുപോലെ തന്നെ ഇനി എല്ലാ ദിവസങ്ങളും നടക്കാൻ സാധിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി പ്രഖ്യാപിച്ചു നിർത്തുന്നു. ജയ് ഹിന്ദ്. ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ അധ്യക്ഷത വഹിച്ചു. രാത്രി 9 മുതൽ പുലർച്ചെ 5 വരെ യാത്ര ചെയ്യുന്ന സ്ത്രീകൾക്ക് പ്രത്യേകം സുരക്ഷ ഒരുക്കുന്നതാണ് പദ്ധതി. ഇതിനായി പ്രത്യേകം പരിശീലനം നേടിയ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിട്ടുണ്ട്. രാത്രികാലങ്ങളിലെ പോലീസ് പട്രോളിംഗിൽ ഇവർ പങ്കാളികളാകും. കൺട്രോൾ റൂമിൽ ലഭിക്കുന്ന സ്ത്രീകളുടെ പരാതികളും ഇവർ കൈകാര്യം ചെയ്യും. സേനയുടെ എമർജൻസി റെസ്പോൺസ് ആൻഡ് സപ്പോർട്ട് സിസ്റ്റം ERSS പോൾ ആപ്പിലെ SOS ബട്ടൺ, 112 ഹെൽപ്പ് ലൈൻ, ജില്ലാ കൺട്രോൾ റൂമുകൾ, ഹൈവേ പട്രോൾ, പിങ്ക് പട്രോൾ വാഹനങ്ങൾ എന്നിങ്ങനെ വിവിധ സംവിധാനങ്ങളെ ഏകോപിപ്പിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത്. ഇതിന്റെ ഭാഗമായി സ്ത്രീകൾ കൂടുതൽ യാത്ര ചെയ്യുന്ന തിരക്കുകളുള്ള സ്ഥലങ്ങളിൽ AI ക്യാമറകൾ സ്ഥാപിക്കും. അപകട വിവരം അറിയിക്കുവാനുള്ള അലാറം, കുറ്റവാളികളെ തിരിച്ചറിയുവാനുള്ള സംവിധാനം എന്നീ സൗകര്യമുള്ള നിർഭയ നിശ സേഫ്റ്റി പോളുകൾ സ്ഥാപിക്കുന്നതിനും ലക്ഷ്യമിടുന്നുണ്ട്. ഉദ്ഘാടനത്തിന്റെ ഭാഗമായി മലപ്പുറം നഗരത്തിൽ സ്ത്രീകളുടെ രാത്രി നടത്തം സംഘടിപ്പിച്ചു. മലപ്പുറം KSRTC ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന ഉദ്ഘാടന ചടങ്ങിൽ മഞ്ചേരി നഗരസഭ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ബീന ജോസഫ്, DYSPമാരായ NO സുബി, അബ്ദുൽ ബഷീർ, വാർഡ് കൌൺസിലർ നജ്മ സബീർ, ശിശു സംരക്ഷണ ഓഫീസർ ഷാജിദ ആറ്റാശ്ശേരി, വനിതാ സെൽ ഇൻസ്പെക്ടർ സുഭഗ, പോലീസ് അസോസിയേഷൻ സെക്രട്ടറി റുബീന, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഷബ്ന ഹസ്കർ എന്നിവർ സംസാരിച്ചു. നീലഗിരി ജില്ലയിലെ ഗൂഡല്ലൂരിന് സമീപം കാട്ടാനയുടെ ആക്രമണത്തിൽ 2 മധ്യവയസ്കന്മാർ കൊല്ലപ്പെട്ടു. ദേവർശോല ഗ്രാമപഞ്ചായത്തിലെ കാരക്കുന്ന് സ്വദേശികളായ ലിംഗരാജ്, രവി എന്നിവരാണ് മരിച്ചത്. സംഭവത്തെ തുടർന്ന് വനം വകുപ്പിന്റെ അനാസ്ഥയിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ മൃതദേഹങ്ങൾ വിട്ടുകൊടുക്കാതെ ഉപരോധം തുടങ്ങിയിരുന്നു. ഞായറാഴ്ച രാത്രി വീട്ടിലേക്ക് മടങ്ങിയ
ലിംഗരാജും രവിയും ഏറെ വൈകിട്ടും തിരിച്ചെത്തിയിരുന്നില്ല. തുടർന്ന് ബന്ധുക്കളും നാട്ടുകാരും നടത്തിയ തിരച്ചിലിലാണ് തിങ്കളാഴ്ച പുലർച്ചെ ഗ്രാമത്തിലേക്കുള്ള വഴിയിലെ തേയിലത്തോട്ടത്തിൽ ഇരുവരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കാട്ടാനയുടെ ആക്രമണത്തിൽ തകർന്ന നിലയിലായിരുന്നു മൃതദേഹങ്ങൾ. വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ പോലീസിനെയും വനം വകുപ്പ് ഉദ്യോഗസ്ഥരെയും 300ഓളം വരുന്ന നാട്ടുകാർ തടഞ്ഞു. കാട്ടാന ശല്യം തടയുവാൻ ശാശ്വത പരിഹാരം കാണാതെ മൃതദേഹങ്ങൾ മാറ്റുവാൻ അനുവദിക്കില്ലെന്ന നിലപാടിലായിരുന്നു ജനങ്ങൾ. വന്യമൃഗങ്ങളിൽ നിന്നും മനുഷ്യജീവൻ സംരക്ഷിക്കുവാൻ വനം വകുപ്പ് കൃത്യമായ നടപടികൾ സ്വീകരിക്കുന്നില്ല. നിലമ്പൂർ ടൗണിൽ പ്രധാന ജംഗ്ഷനിലെ വീട്ടിക്കുത്ത് റോഡിൽ ജലവിതരണ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നു. ആഴ്ചകളോളമായി ജലം നഷ്ടപ്പെടുന്ന സാഹചര്യമാണിവിടെ. റോഡിൽ വെള്ളം കെട്ടി നിൽക്കുന്നതും കാൽനട യാത്രക്കാർക്കും പ്രയാസമാകുന്നുണ്ട്. വീട്ടിക്കുത്ത് റോഡിലൂടെ പോകുന്ന ജലവിതരണ പൈപ്പ് പൊട്ടിയാണ് റോഡിന് മുകളിലേക്ക് വെള്ളം എത്തുന്നത്. കഴിഞ്ഞ മാസം തന്നെ ഇക്കാര്യം കാണിച്ച് പരാതി നൽകിയിരുന്നതായി സമീപത്തെ കച്ചവടക്കാർ പറഞ്ഞു. ഇത് പൈപ്പ് പൊട്ടിയിട്ട് ഇപ്പോ ഞാൻ ഫസ്റ്റ് ഇതിന് കംപ്ലൈന്റ് ചെയ്യുന്നത് ഫെബ്രുവരി 16 അതിന്റെ ഒരു 3 ദിവസം മുമ്പാണ് ഈ പൈപ്പ് പൊട്ടിയിട്ടുള്ളത്. അന്ന് ഒരു സ്ഥലത്ത് മാത്രമാണ് ഇത് ഉണ്ടായിരുന്നത്. അതിനുശേഷം 2-3 സ്ഥലത്താണ് ഇപ്പൊ വെള്ളം വരുന്നത്. ഇതിപ്പോ മെയിൻ പൈപ്പാണ്, VK റോഡിലെ മെയിൻ പൈപ്പാണ് ഈ സാധനം. ഇതിപ്പോ ഞാൻ വിളിച്ച് കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ ഓഫീസിൽ വിളിച്ചു പറഞ്ഞത്, തിരുവനന്തപുരം ഓഫീസിൽ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. എന്റെ അറിവിൽ തന്നെ വേറെ 3-4 ആളുകൾ സെയിം കംപ്ലൈന്റ് വിളിച്ചു പറഞ്ഞു. ഞാൻ രണ്ടാമത് വീണ്ടും തിരുവനന്തപുരം വിളിച്ചു പറഞ്ഞ സമയത്ത് അവർ പറഞ്ഞത് ഓൾറെഡി കംപ്ലൈന്റ് പരിഹരിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് അവരുടെ റെക്കോർഡിൽ. റീഓപ്പൺ ചെയ്തു എന്നും പറഞ്ഞിട്ട് രണ്ടാമത് അവർ വീണ്ടും നമുക്ക് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. വീണ്ടും വിളിച്ചിട്ടുണ്ട്, പക്ഷെ ഇതുവരെ ഇതിനൊരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ പറയാനുള്ളത്. രാവിലെ മുതൽ നമ്മൾ ഈ വെള്ളം പോകും, പ്രത്യേകിച്ചും ഈ വേനൽക്കാലത്ത് പല സ്ഥലങ്ങളിലും വെള്ളം ഇല്ലാത്തൊരു പ്രശ്നമാണുള്ളത്. ആ സമയത്ത് ഇങ്ങനെ വെള്ളം ഭയങ്കരമായിട്ട് വേസ്റ്റായി പോകുന്നത് കാണുമ്പോൾ വലിയൊരു ബുദ്ധിമുട്ടാണ്. നമ്മളെ സംബന്ധിച്ചിട്ട് ഇവിടെ ആളുകൾ യാത്ര ചെയ്യുമ്പോൾ വാഹനങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. ആ രീതിയിൽ തീർച്ച ആളുകളുടെ മേലിലേട്ടും പോകുന്നുണ്ട്. എന്നാൽ ആഴ്ചകൾ കഴിഞ്ഞിട്ടും ഒരു നടപടിയും എടുത്തിട്ടില്ല. വെള്ളം കെട്ടി നിൽക്കുന്നതിനാൽ വഴിയാത്രക്കാർക്കും സമീപത്തെ കച്ചവടക്കാർക്കും വലിയ ബുദ്ധിമുട്ടാണുള്ളത്. അകമ്പാടത്തും മൂലേപ്പാടത്തും വ്യാപകമായി കക്കൂസ് മാലിന്യം തള്ളി. ടാങ്കർ ലോറികളിൽ എത്തിച്ചാണ് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കൊണ്ടുവന്ന കക്കൂസ് മാലിന്യവും ഹോട്ടൽ മാലിന്യങ്ങളും തള്ളിയത്. മാലിന്യവുമായി ടാങ്കർ ലോറി കടന്നു പോകുന്ന CCTV ദൃശ്യങ്ങളും ലഭിച്ചിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്ത് അംഗം രാത്രിയിലെത്തിയ മാലിന്യ വാഹനം തടയുവാൻ ശ്രമിച്ചെങ്കിലും വാഹനം വേഗത്തിൽ ഓടിച്ചു പോവുകയായിരുന്നു. അകമ്പാടം അങ്ങാടിക്ക് സമീപം റോഡരികിൽ വീടിന് സമീപമുള്ള പാടത്താണ് വ്യാപകമായി കക്കൂസ് മാലിന്യം നിക്ഷേപിച്ചത്. H ബ്ലോക്കിൽ പാലത്തിന് താഴെ തോട്ടിലും മൂലേപ്പാടം പള്ളിക്ക് സമീപവും വെണ്ണിക്കോട് കുറുവൻപുഴയുടെ സമീപം വനത്തിലുമാണ് വ്യാപകമായി മാലിന്യം തള്ളിയത്. കഴിഞ്ഞ ഒരാഴ്ചയായി നിലമ്പൂർ ഭാഗത്തു നിന്നും മയിലാടിപ്പാലം കടന്ന നിരവധി വാഹനങ്ങളാണ് രാത്രിയുടെ മറവിൽ മാലിന്യവുമായി എത്തി നിലമ്പൂർ നായാടംപൊയിൽ മലയോര പാതയോട് ചേർന്ന ഭാഗങ്ങളിൽ തള്ളുന്നതെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം തോമസ് കുരുവിള പറഞ്ഞു. പോലീസ് ഇക്കാര്യത്തിൽ ജാഗ്രത പുലർത്തണമെന്നും മയിലാടിപ്പാലത്തിൽ പോലീസ് നിരീക്ഷണം നടത്തണം. ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങളിൽ നെൽവയലുകളിലും കുടിവെള്ള സ്രോതസ്സുകളിലും എല്ലാം മാലിന്യം തള്ളുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. വല്ലാത്തൊരവസ്ഥയിലാണ് സത്യം പറഞ്ഞാൽ ചാലിയാർ പഞ്ചായത്തിൻ്റെ ആൾക്കാർ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. കാരണം വെച്ചാൽ ഒരാഴ്ചയായിട്ട് ഒരു 10 ദിവസത്തിനുള്ളിൽ ഒരു 20 സ്ഥലങ്ങളിലെങ്കിലും ഹോട്ടൽ വേസ്റ്റും കക്കൂസ് മാലിന്യം ടാങ്കറിലും വണ്ടികളിലും ഇപ്പോൾ ചാക്കിലാണ്. ഇവിടെ ചാക്കിൽ ഒരു 20 ചാക്കിൽ ഈ ഫോറസ്റ്റാണ്, അത് കാണുന്ന പുഴയാണ്. ഈ പുഴയിലോട്ടൊരു മഴ പെയ്താൽ ഇതെല്ലാം ഒഴിച്ചെത്തും. 20 ചാക്കിൽ കക്കൂസ് മാലിന്യവും ഈ ഹോട്ടൽ വേസ്റ്റും കൊണ്ട് തട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ വെള്ളിയാഴ്ച ഉണ്ടായിരുന്നു, അത് ഒരു 12 മണിക്ക്. അതിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഞങ്ങൾ എടുത്തിട്ടുണ്ട്, ആൾക്കാർ നാട്ടുകാർ എടുത്തിട്ടുണ്ട്. ഇന്നലെ എന്നെ വിളിച്ചു പറഞ്ഞു, ഞാൻ വന്നപ്പോഴത്തേനും വണ്ടിയായിട്ട് അവർ പോവുകയും ചെയ്തു. വണ്ടിയുടെ വിഷ്വൽസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ചത്തെ ഞങ്ങൾ HI കൊണ്ട് പിന്നെ പഞ്ചായത്തിൽ നിന്നും പരാതി കൊടുത്തിട്ടുണ്ട്. പക്ഷെ പരാതി കൊടുത്തിട്ട് വണ്ടി തരം പിടിച്ചായിട്ട് അനധികൃതർക്കും ഭയങ്കരമായ വീഴ്ചകളുണ്ട്. കാരണം ചാലിയാർ പാലം കഴിഞ്ഞിട്ടാണ് ഈ വണ്ടികളെല്ലാം വരുന്നത്. സ്വാഭാവികമായിട്ടും ടാങ്കർ 18,000 ലിറ്ററിൻ്റെ 20,000 ലിറ്ററിൻ്റെ ടാങ്കർ വണ്ടി വേസ്റ്റുമായിട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ടും പോലീസിനെ ബാക്കി ഉദ്യോഗസ്ഥന്മാർക്കും ചോദിക്കാവുന്നതേ ഉള്ളൂ, എന്തിനാണ് ഈ ചാലിയാറിൽ വേസ്റ്റ് ഡംപ് ചെയ്യുന്ന സ്ഥലങ്ങളൊന്നുമില്ല. സ്വാഭാവികമായിട്ട് അവർക്ക് ചോദിക്കാമെന്നുള്ളൂ, എന്തിനാണ് ഈ വണ്ടി ഇങ്ങോട്ട് വരുന്നുള്ളത്. പോലീസ് പെട്രോളിംഗ് ശക്തമാക്കിയേ പറ്റുള്ളൂ. കാരണം പാലത്തിൽ ഒരു പെട്രോളിംഗ് സ്ഥിരമായിട്ട് രാത്രിയിൽ ഇട്ടേ പറ്റുള്ളൂ. കാരണം ഈ ആഴ്ചയിൽ ഒരു 20 സ്ഥലങ്ങളിൽ ഒന്നും വേണ്ട, അകമ്പാടത്ത് അങ്ങാടിയിലാണ് കൊണ്ടുപോയി തട്ടിക്കുന്നത്. പഞ്ചായത്തിൻ്റെ തൊട്ട് താഴെ കക്കൂസ് മാലിന്യം ഒരു ടാങ്ക് വളവിൽ അവിടെ ഒരു പച്ചക്കറി കടയും ഇറച്ചിക്കടയൊക്കെ തൊട്ടടുത്ത് പഞ്ചായത്തിന് താഴെയാണ് ഒരു ടാങ്ക് കൊണ്ട് തള്ളിയിരിക്കുന്നത് ഇന്നലെ രാത്രിയിൽ. മൂലേപ്പാടം ഭാഗത്ത് മാലിന്യങ്ങൾ തള്ളുന്നതിനാൽ പള്ളി പരിസരത്ത് ഉൾപ്പെടെ ദുർഗന്ധം മൂലം നിൽക്കുവാൻ കഴിയാത്ത അവസ്ഥയിലാണെന്ന് മൂലേപ്പാടം സെന്റ് ജോസഫ് ഇടവക വികാരി ഫാദർ ഷിൻറ്റോ പുലിക്കുഴിയിൽ പറഞ്ഞു. മൂലേപ്പാടം പള്ളിയുടെ പരിസരത്തായിട്ട് കക്കൂസ് മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്ന ഒരു പ്രവണത ഇപ്പോൾ കണ്ടുവരുന്നുണ്ട്. ഈ കഴിഞ്ഞ 2 ദിവസമായിട്ട് തുടർച്ചയായിട്ട് ഈ കക്കൂസ് മാലിന്യം ജനവാസ പ്രദേശങ്ങളിൽ ഇടുന്നതായിട്ട് മനസ്സിലാക്കുന്നു. ഈ പള്ളിയുടെ പരിസരത്തെല്ലാം ഇതിൻ്റെ ദൂഷ്യവശങ്ങൾ ഭയങ്കരമായിട്ട് അനുഭവിക്കുന്നുണ്ട്. നാട്ടുകാരാണെങ്കിലും വളരെ കഷ്ടമാണ് ഈ ഒരു അവസ്ഥ.
വലിയ ദുർഗന്ധമാണ് അവർ അനുഭവിക്കുന്നതെന്ന് പറഞ്ഞ വലിയ പരാതി ഇവിടെ അറിയിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഒരു ശ്രദ്ധ ഈ ഒരു കാര്യത്തിലേക്ക് പ്രത്യേകമായിട്ട് ക്ഷണിക്കുന്നു. വീടിന് മുൻപിലെ റോഡരികിൽ കക്കൂസ് മാലിന്യം തള്ളിയതിനാൽ ദുർഗന്ധം മൂലം വീട്ടിലിരിക്കാൻ കൂടി കഴിയാത്ത അവസ്ഥയിലാണെന്ന് അകമ്പാടം സ്വദേശി വിനോദ് തേവർക്കുന്നേൽ പറഞ്ഞു. ഇന്ന് വെളുപ്പിന് നോക്കിയപ്പോഴാണ് കാണുന്നത് നമ്മുടെ വീടിന് മുമ്പിലുള്ള പാടത്ത് ടോയ്ലറ്റ് വേസ്റ്റ് തട്ടിയിട്ടുണ്ട്. ആരാ എന്താണെന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല. പഞ്ചായത്തിൽ നിന്ന് നമ്മൾ വാർഡ് മെമ്പറോട് പറഞ്ഞിട്ടുണ്ട്, മെമ്പർ വന്ന് നോക്കിയിട്ടുണ്ട്, പഞ്ചായത്തിൽ അറിയിച്ചിട്ടുമുണ്ട്. എങ്ങനെ ടോയ്ലറ്റ് മാലിന്യമാണത്. ഭയങ്കര സ്മെല്ലാണ്, അടുത്ത വീടുകൾക്കെല്ലാം ശല്യമാണ്. അതിന് തൊട്ടടുത്ത് തന്നെ ഒരു കുളവുമുണ്ട്. ആ കുളവും നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കുളമാണ്, അതിനോട് ചേർന്നാണ് അത് നട്ടിയിരിക്കുന്നത്. ചാലിയാർ പഞ്ചായത്തിലെ പ്രധാന റോഡായ നിലമ്പൂർ നയാടംപൊയിൽ മലയോര പാതയുടെ ഓരങ്ങൾ കക്കൂസ് മാലിന്യ നിക്ഷേപ കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. മലപ്പുറത്തെയും നീലഗിരി കുന്നുകളെയും ബന്ധിപ്പിക്കുന്ന KSRTCയുടെ മലപ്പുറം ഊട്ടി സർവീസിന് ഇനി പുതിയ മുഖം. പഴയ ബസ്സിന് പകരം ആരംഭിച്ച പ്രീമിയം സൂപ്പർഫാസ്റ്റ് ബസിന്റെ ഫ്ളാഗ് ഓഫ് കർമ്മം മലപ്പുറം KSRTC സ്റ്റാൻഡിൽ നടന്ന ചടങ്ങിൽ P. ഉബൈദുള്ള MLA നിർവഹിച്ചു. ചുരം വഴിയുള്ള ദീർഘദൂര യാത്ര കൂടുതൽ സുഖകരമാക്കുവാൻ പുതിയ ബസ് എത്തിയതോടെ സാധിക്കും. മലപ്പുറം KSRTC സ്റ്റാൻഡിൽ നിന്നും എല്ലാ ദിവസവും രാവിലെ 11-ന് ബസ് ഊട്ടിയിലേക്ക് പുറപ്പെടും. വൈകുന്നേരം 4-ന് ബസ് ഊട്ടിയിലെത്തും. വൈകിട്ട് 4:40-ന് അവിടെ നിന്നും തിരിച്ച് രാത്രി 10 മണിയോടെ മലപ്പുറത്ത് സർവീസ് അവസാനിപ്പിക്കും. 186 രൂപയാണ് മലപ്പുറത്ത് നിന്നും ഊട്ടിയിലേക്ക്. ഇതേ ബസ് പുലർച്ചെ 4-ന് മലപ്പുറത്ത് നിന്നും ഗൂഡല്ലൂർ സർവീസ് നടത്തുന്നുണ്ട്. 4 പതിറ്റാണ്ടിലേറെയായി ഈ റൂട്ടിൽ സർവീസ് നടത്തുന്ന KSRTC ബസ്സിന് മലപ്പുറത്തെയും ഊട്ടിയിലെയും വ്യാപാരികൾക്കും വിനോദസഞ്ചാരികൾക്കും ഇടയിൽ വലിയ സ്വീകാര്യതയാണുള്ളത്. പുതിയ പ്രീമിയം ബസ് വന്നതോടെ വിനോദസഞ്ചാരികൾക്കും നിത്യയാത്രക്കാർക്കും കൂടുതൽ മെച്ചപ്പെട്ട സേവനം നൽകുവാൻ കഴിയും. ചടങ്ങിൽ നഗരസഭാ കൌൺസിലർ ഹാരിസ് ആമിയൻ, അസിസ്റ്റന്റ് ട്രാൻസ്പോർട്ട് ഓഫീസർ അനസ് മുണ്ടകവളപ്പിൽ, അസിസ്റ്റന്റ് ഡിപ്പോ എഞ്ചിനീയർ ജേക്കബ് ജോർജ്, വെഹിക്കിൾ സൂപ്പർവൈസർ ET പ്രവീൺ കുമാർ, കൺട്രോളിംഗ് ഇൻസ്പെക്ടർ സജിത് കുമാർ, തൊഴിലാളി സംഘടനാ പ്രതിനിധികളായ സന്തോഷ്, ഷിഹാബ്, ശെൽവരാജ് എന്നിവർ പങ്കെടുത്തു. കേന്ദ്ര സർക്കാർ ഫിഷറീസ് വകുപ്പിന്റെ നിലമ്പൂർ മത്സ്യഭവന് കീഴിൽ പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജന 2022-23 പദ്ധതി പ്രകാരം നിലമ്പൂർ വെളിയംതോട് നിർമ്മിച്ച ഐസ് പ്ലാന്റ് ആര്യടൻ ഷൗക്കത്ത് MLA ഉദ്ഘാടനം ചെയ്തു. ഇതിന് കേന്ദ്ര ഗവൺമെന്റ് 40 ലക്ഷം രൂപയുടെ ഇതിന് 40% എന്ന നിലക്ക് 16 ലക്ഷം രൂപയാണ് ഇതിന് സബ്സിഡിയായി കൊടുത്തിട്ടുള്ളത്. ഈ പദ്ധതിയിൽ സാധാരണ ജനറൽ വിഭാഗമാണെങ്കിൽ 40% സബ്സിഡി കിട്ടും. SC വിഭാഗവും വനിതകളാണെങ്കിൽ 60% സബ്സിഡി കിട്ടുന്ന ഒരു വലിയ പദ്ധതിയാണ്. ഏതായാലും ഈ പ്രദേശത്തെ ആദ്യത്തെ ഒരു സംരംഭമാണ് നിലമ്പൂരിലെ ഈ ഐസ് പ്ലാന്റ്. അതുകൊണ്ട് എനിക്ക് മീൻ കച്ചവടക്കാരോട് പറയാനുള്ള ഐസ് ഇവിടെ ഉണ്ട് എന്നുള്ള നിലക്ക് ദീർഘനേരങ്ങളും ഐസിലിട്ട് വെക്കരുത്. നഗരസഭാ വൈസ് ചെയർമാൻ കൂമഞ്ചേരി ഷൌക്കത്ത് അലി അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥ് മുഖ്യാതിഥിയായി. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മുംതാസ്, വാർഡ് കൌൺസിലർ PV റബീന, കേരള ഗ്രാമീണ ബാങ്ക് നിലമ്പൂർ ബ്രാഞ്ച് സീനിയർ മാനേജർ C. ശങ്കർ, ഫിഷറീസ് വകുപ്പ് ജില്ലാ പ്രോഗ്രാം മാനേജർ കുമാരി കൃപ നിലമ്പൂർ, മത്സ്യഭവൻ ഫിഷറീസ് എക്സ്റ്റൻഷൻ മാനേജർ K. വൈശാഖ്, ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടർ K. ശ്രീജേഷ് എന്നിവർ സംസാരിച്ചു. 40 ലക്ഷം രൂപ ചിലവഴിച്ചാണ് ഐസ് പ്ലാന്റ് നിർമ്മിച്ചത്. ഇതിന്റെ 40% സബ്സിഡിയായി ലഭിക്കും. ഇതിൽ കേന്ദ്ര സർക്കാർ 60%, സംസ്ഥാന സർക്കാർ 40% നൽകും. നിലമ്പൂർ നഗരസഭ ഹിന്ദു ഏകതാ സമ്മേളനം OCK ഓഡിറ്റോറിയത്തിൽ നടന്നു. മഞ്ചേരി മാതാമൃതാനന്ദമയി മഠം മഠാധിപതി സംപൂജ്യ സ്വാമിനി വരദാമൃത പ്രാണ തിരി തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. കാരണം ധർമ്മത്തിന്റെ വിജയം, മാനുഷികതയുടെ വിജയം വളരെ അനിവാര്യമായ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നഗരസഭാ ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥ്, സ്വാഗത സംഘം പ്രസിഡന്റ് R. സുരേഷ് കുമാർ, സ്വാഗത സംഘം സെക്രട്ടറി MT രത്നാകരൻ എന്നിവരും തിരിതെളിയിച്ചു. സ്വാഗത സംഘം പ്രസിഡന്റ് R. സുരേഷ് കുമാർ അധ്യക്ഷനായി. T. ശ്രീജിത്ത് മുഖ്യപ്രഭാഷണം നടത്തി. സ്വാഗത സംഘം കോർഡിനേറ്റർ അഭിഷേക് ശശികുമാർ സ്വാഗതവും സഹസംയോജകൻ P. രവിചന്ദ്രൻ നന്ദിയും പറഞ്ഞു. ചെട്ടിയങ്ങാടി മാരിയമ്മൻ കോവിൽ ദേവീക്ഷേത്രം സെക്രട്ടറി MK ബാലകൃഷ്ണൻ, വീട്ടിക്കുത്തുതല ശിവൻ പാർവതി ക്ഷേത്രം സെക്രട്ടറി K.
ശശികുമാർ, മുതിരി പള്ളിയറക്കൽ ദുർഗാ ഭഗവതി ക്ഷേത്രം പ്രസിഡന്റ് UV മനോമോഹനൻ, നടുവിലക്കളം സുബ്രഹ്മണ്യ ക്ഷേത്രം പ്രസിഡന്റ് P ശിവശങ്കരൻ, മുമ്മുള്ളി കുട്ടിച്ചാത്തൻകാവ് സെക്രട്ടറി M വേണുഗോപാലൻ, പയ്യമ്പള്ളി ശ്രീ ധർമ്മശാസ്ത ക്ഷേത്രം പ്രസിഡന്റ് KS കൃഷ്ണൻകുട്ടി, SNDP മയ്യന്താനി ശാഖാ സെക്രട്ടറി P ഭാസ്കരൻ, S സനൂപ്, ഇന്ദുമതി വർമ്മ തുടങ്ങിയവർ നേതൃത്വം നൽകി. വിവിധ കലാപരിപാടികളും അരങ്ങേറി. വിഭവസമൃദ്ധമായ സദ്യയും ഒരുക്കിയിരുന്നു. 1500ഓളം ആളുകൾ പങ്കെടുത്തു. പൊട്ടിപ്പാറ ഡിവിഷനിലെ പ്ലാവിനക്കുഴി പാത്തുവേ നിലമ്പൂർ നഗരസഭാ ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു. വാർഡ് കൌൺസിലർ സൈഫുദ്ദീൻ പൊട്ടിപ്പാറ അധ്യക്ഷത വഹിച്ചു. മുൻ കൌൺസിലർ A ഗോപിനാഥ്, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് പാത്തിപ്പാറ, റനീസ് കാവാട്, ദിവ്യേഷ് നറുകര, രാജൻ വണ്ടിപ്പറമ്പിൽ, ലക്ഷ്മി പൊട്ടിപ്പാറ എന്നിവർ സംസാരിച്ചു. അംഗൻവാടിയിൽ നിന്നും 8 അടിയോളം നീളമുള്ള മൂർഖൻ പാമ്പിനെ എമർജൻസി റെസ്ക്യൂ ഫോഴ്സ് ടീം പിടികൂടി. കുട്ടികൾക്ക് ഭക്ഷണം പാചകം ചെയ്യുന്നതിന് വേണ്ടി ടീച്ചർ പാത്രം എടുക്കുന്നതിനിടയിൽ പാമ്പ് ചീറ്റുകയും ഉടൻ ടീച്ചർ അവിടെ ഉണ്ടായിരുന്ന കുട്ടികളെ അടുത്തുള്ള വീട്ടിലേക്ക് മാറ്റി അയൽവാസികളെയും ERF അംഗങ്ങളെയും വിവരം അറിയിക്കുകയും ERF അംഗവും സ്നേക് റെസ്ക്യൂവറുമായ മജീദ്, ജംഷീർ എന്നിവരെത്തി ടൈലുകൾക്കിടയിൽ കയറിയിരുന്ന മൂർഖനെ പിടികൂടി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന് കൈമാറി. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ നിലമ്പൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വനിതാ ദിനം ആചരിച്ചു. എടക്കര കാരാടൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് പുരോഗമന കലാസാഹിത്യ സംഘം ഏരിയ സെക്രട്ടറിയും KSTA സബ് ജില്ലാ വൈസ് പ്രസിഡന്റുമായ TP രമ്യ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. എഴുത്തുകാരിയും ചിത്രകാരിയുമായ CH മാരിയത്ത് മുഖ്യാതിഥിയായി. ഏരിയ പ്രസിഡന്റ് അജി സുനിൽ അധ്യക്ഷനായി. ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം അഡ്വക്കേറ്റ് ഷുരണ റോയ്, എടക്കര ഏരിയ സെക്രട്ടറി ഷീബ ഹസൻ, ഏരിയ ട്രഷറർ E സൈറ ബാനു, TR രാജമ്മ, മുനീഷ കടവത്ത്, മിനി അനിൽകുമാർ എന്നിവർ സംസാരിച്ചു. ദ യുണൈറ്റഡ് ക്ലബ് റീഡിംഗ് റൂം ആൻഡ് ലൈബ്രറി കോവിലകത്ത് മുറിയുടെ ആഭിമുഖ്യത്തിൽ വനിതാ ദിനത്തോടനുബന്ധിച്ച് വനിതാ ദിന വയനാടൻ യാത്ര സംഘടിപ്പിച്ചു. ജനമനസ്സുകളെ വിശിഷ്യ നിലമ്പൂരുകാരെ ഏറെ പിടിച്ചുകുലുക്കിയ ദുരന്തഭൂമിയിലേക്കുള്ള യാത്രയിൽ മുണ്ടക്കൈ ചുരൽമല, വേലിപ്പാലം, പുത്തുമല, ഐസ്റ്റൺ എസ്റ്റേറ്റ് ടൗൺഷിപ്പ്, കാരാപ്പുഴ ഡാം എന്നീ പ്രദേശങ്ങൾ സന്ദർശിച്ചു. വായനശാല സെക്രട്ടറി പ്രമോദ്, പ്രസിഡന്റ് ദീപ ടീച്ചർ, ഭാരവാഹികളായ രഘുരാജ്, ഷൻഗീത്, പത്മകുമാർ, സിനി സുന്ദരൻ എന്നിവർ നേതൃത്വം നൽകി. ചുങ്കത്ര യങ് മെൻസ് ഹാളിന്റെ ഉദ്ഘാടനം നിലമ്പൂർ MLA ആര്യടൻ ഷൗക്കത്ത് നിർവഹിച്ചു. ഏറ്റവും കൂടുതൽ പുസ്തകം വായിച്ചു തീർത്ത അംഗങ്ങൾ ഉൾപ്പെടെ 15ഓളം പ്രതിഭകളെ ചടങ്ങിൽ ആദരിച്ചു. കരുമാംപൂയിൽ അംബികയും മകൾ മോനിഷയും മരണപ്പെട്ടുപോയ കരുമാംപൂയിൽ മോഹൻദാസിന്റെയും അനിലിന്റെയും ഓർമ്മയ്ക്കായി ചുങ്കത്തറ യങ് മെൻസ് വായനശാലയ്ക്ക് വേണ്ടിയാണ് ഹാൾ നിർമ്മിച്ചു നൽകിയത്. ചുങ്കത്തറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CK സുരേഷ് അധ്യക്ഷത വഹിച്ചു. നിലമ്പൂർ താലൂക്ക് ലൈബ്രറി കൌൺസിൽ ജനറൽ സെക്രട്ടറി P മുരളീധരൻ, ചുങ്കത്തറ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KP മൈമൂന, C ബാലഭാസ്കരൻ, K രാജമ്മ ടീച്ചർ, T കുഞ്ഞു മുഹമ്മദ്, P രാജൻ, ഹിരൺ വടകര, മൈലാടി റഹ്മത്തുള്ള തുടങ്ങിയവർ സംസാരിച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.